വാക്യം മുതൽ സ്വർഗമോസുര സഭയുടെ പോലെ ഒന്ന് വായിക്കുക ഉപകാരമായിരിക്കും. 12ാമത്തെ വാക്യം മുതൽ പെർഗമോസിലെ ഏലിയ മസോരി അതൊന്ന് മ്യൂട്ട് ചെയ്യാമോ? ഒത്തിരി ഡിസ്റ്റർബൻസ് ഉണ്ട്. ഏതോ ഡിസ്റ്റർബൻസ് നല്ലതുപോലെ ഉണ്ട്. ഓക്കെ, താങ്ക് യു. പെർഗമോസിലെ സഭയുടെ ദൂതൻ എഴുതുക. മൂർച്ചയേറിയ ഇരുപായത്തിലുള്ള വാൾ ഉള്ളവൻ അരുളി ചെയ്യുന്നത്: നീ എവിടെ പാർക്കുന്നു എന്നും അത് സാത്താന്റെ സിംഹാസനമുള്ളയിടം എന്നും ഞാൻ അറിയുന്നു. നീ എന്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഇടയിൽ സാത്താൻ പാർക്കുന്നിടത്ത് തന്നെ എന്റെ സാക്ഷ്യം വിശ്വസ്തനുമായ അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും നീ എങ്കിലുള്ള വിശ്വാസം നിഷേധിച്ചിട്ടില്ല. എങ്കിലും നിന്നെക്കുറിച്ച് കുറഞ്ഞൊരു കുറ്റം പറവാനുണ്ട്. ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ദുർനടപ്പ് ആചരിക്കേണ്ടതിനും അവരുടെ മുമ്പിൽ ഇടർച്ച വയ്പാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബിലിയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവിടെ നിനക്കുണ്ട്. അവണ്ണം നിക്കുലാവിയരുടെ ഉപദേശം കൈക്കൊള്ളുന്നവർ നിനക്കുണ്ട്. ആകയാൽ മാനസാന്തരപ്പെടുക, അല്ലാഞ്ഞാൽ ഞാൻ വേഗത്തിൽ വന്ന് നിന്റെ വായിലെ വാളുകൊണ്ട് അവരോട് പോരാടും. ആത്മാവ് സഭകളോട് പറയുന്ന എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. ഞാൻ അവന് വെള്ളക്കല്ലും ലഭിക്കുന്നതല്ലാതെ ആരും അറിയാത്തതും ആ കല്ലിന്മേൽ എഴുതിയിരിക്കുന്നതുമായ പുതിയ പേരും കൊടുക്കും. താങ്ക് യു വെരി മച്ച്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഈ സഭയെക്കുറിച്ച് ചർച്ച ചെയ്തതാണ്. സാത്താന്റെ ഇരിപ്പിടം എന്നാണ് അവിടെ യേശുക്രിസ്തു പറയുന്നത്. എന്ത് ദുഃഖമെന്ന് പറയട്ടെ, ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ സാത്താൻ വളരെ പ്രവർത്തിച്ച് സഭയെ മലിമസമാക്കി എന്നുള്ളതാണ് നമ്മൾ ഈ ഭാഗത്ത് നിന്ന് കാണുന്നത്. ബിലിയാമിന്റെ ഉപദേശം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞതാണ്, നിങ്ങൾ വായിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സംഖ്യാപുസ്തകം 22-ാം അധ്യായത്തില് ഉണ്ട്. ബാലാക്ക് ഒരു കൂലി പ്രസംഗനായിരുന്നു ബിലിയാം. എന്നാൽ ഇസ്രായേലിനെ ശപിക്കുവാനായിട്ട് കൊണ്ടുവന്നുവെങ്കിലും ബിലിയാമിന്റെ നാവില് പരിശുദ്ധാത്മാവ് വന്നിട്ട് ഇസ്രായേലിനെ എപ്പോഴും അനുഗ്രഹമാണ് നൽകി തന്നത്. അതുകൊണ്ട് ബിലിയാം എന്തുവാണ് ചെയ്തത്? അവര് മോവാബ്യ സ്ത്രീകളുമായിട്ട് മിക്സഡ് വിവാഹം കഴിക്കുവാനായിട്ട് അവര് പ്രേരിപ്പിച്ചു. അങ്ങനെ നമ്മൾ ലോകത്തിലറിയാം, വേദപുസ്തകത്തിലെ ചരിത്രത്തിലും വായിക്കുമ്പോൾ വിവാഹം ദൈവമക്കളല്ലാത്ത ആൾക്കാരുമായിട്ട് വിവാഹം കഴിക്കുമ്പോൾ അതിൽ മെജോറിറ്റിയും എക്സെപ്ഷൻ എവിടെയും കാണും. പിന്നെ അവിശ്വാസികൾ രക്ഷിക്കപ്പെട്ടു വന്നിട്ടുള്ള സംഭവങ്ങളുണ്ട്. എന്നാൽ ലോക ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ വേദോത്സവത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് നമ്മൾ അവിശ്വാസികളെ പ്രത്യേകിച്ച് വിഗ്രഹാരാധനക്കാരുമായിട്ട് വിവാഹം കഴിച്ചാൽ ആ നിലയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ദൈവത്തിന്റെ മക്കളായ ഇസ്രായേൽ മക്കള് മലിമസമായി ആ സഭയെല്ലാം ദൂഷിക്കപ്പെട്ടു എന്നാണ് ബിലിയാമിന്റെ ഉപദേശം കൊണ്ട് കാണുന്നത്. അതുകൊണ്ട് പിന്നെ കാണുന്നത് 14-ാം വാക്യം ഇപ്പൊ വായിച്ചതിൽ നിന്ന് 15-ാം വാക്യത്തിൽ നിക്കോലാവിയരുടെ ഉപദേശവും നിങ്ങൾ സ്വീകരിക്കുന്നു. അപ്പൊ ബിലിയാമിന്റെ ഉപദേശവും നിക്കോലാവിയരുടെ ഉപദേശവും തമ്മിൽ സാമ്യമുണ്ട്. ഏകദേശം ഒരുപോലെ ഇരിക്കണം, കുറച്ച് വ്യത്യാസമുണ്ട്. ഈ ഉപദേശത്തെ പറ്റി അനവധി അഭിപ്രായങ്ങൾ ഉണ്ട്. ഇപ്പൊ ഇതിൽ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ, വേദോത്സവത്തില് പല കാര്യങ്ങൾ പലർക്കും മനസ്സിലാകാത്ത കാര്യങ്ങൾ, അന്നത്തെ ചരിത്രങ്ങൾ ശരിക്കും മനസ്സിലാകുകയാണെങ്കിൽ പല കാര്യങ്ങൾ മനസ്സിലാകും. ഇന്നിപ്പോൾ 31,000 വാക്യങ്ങൾ, ചിലവാനം വാക്യങ്ങൾ വേദോത്സവത്തിലുണ്ടെങ്കിലും 35,000 സഭകൾ ലോകത്തിലുള്ളത്. ഓരോരുത്തരും വായിച്ച് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടോ ഇതിന്റെ സന്ദർഭമോ മനസ്സിലാകാതെ വ്യാഖ്യാനിക്കുന്നത് കൊണ്ടാണ് ഓരോ സഭകളും ഓരോ ഉപദേശങ്ങൾ സ്വീകരിക്കുന്നത്. അതുപോലെ ലോകവുമായിട്ട് കോംപ്രമൈസ് ചെയ്യുക, നമ്മള് അവരുടെ ഉപദേശങ്ങൾ സ്വീകരിക്കുക, അത് വലിയ ദൂഷ്യമാണ് കാണുന്നത്. എന്നാൽ ഇതിന് മനസ്സിലാക്കേണ്ടത് ഈ നിക്കോലാവിയർ ആരാണ് എന്നുള്ള ഇത് വളരെ തർക്കമുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ വിശ്വാസികളെ ഇങ്ങനെയുള്ള കാര്യത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ, ഈ 10 ദിവസത്തെ പീഡയെ കുറിച്ച് പറഞ്ഞതുപോലെ, ഇങ്ങനെയുള്ള കാര്യത്തിൽ നമ്മൾ സമയം വേസ്റ്റ് ചെയ്യേണ്ട ഒരു ബാക്ക്ഗ്രൗണ്ട് നോയിസ് ഉണ്ട്. പിന്നെ കേൾക്കാൻ കുഞ്ഞമ്മ സഹോദരടെയാന്ന് തോന്നുന്നു, മ്യൂട്ട് ചെയ്താല്. അതെ, അപ്പോഴ ആ നിലയില് ഈ ഇങ്ങനെ അനവധി അഭിപ്രായങ്ങൾ ഉള്ളപ്പോൾ ആരായിരുന്നാലും നമ്മളിപ്പം അതിന് എന്തായിരുന്നാലും അത് നമുക്ക് പ്രധാനമല്ല എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് അവിടെ ദുരുപദേശം കടന്നു വന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതില് ഈ ഒരു കൂട്ടർ പറയുന്നത് ഈ നിക്കോലാവിയരാണ് പുരുഷൻ അവിടെ ദൈവസൃഷ്ടിക്കായിട്ട് യെരുശലേമിലെ സഭയില് തെരഞ്ഞെടുക്കപ്പെട്ട
6 ഈ പിന്നെ ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു നിക്കോലാവോസ് ആയിരുന്നു എന്ന് അപ്പോസ്തലപ്രവൃത്തി 6-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ എഴുതിയിട്ട് ഇടുക, വായിക്കുമ്പോൾ മനസ്സിലാകും. ആ നിക്കോലാവോസ് എന്ന് പറയുന്ന ആള്, ആ ശിഷ്യന്, ഡീക്കന്, വിശ്വാസത്യാഗിയായി അദ്ദേഹം വിഗ്രഹാരാധനയ്ക്ക് പോയി. അദ്ദേഹത്തിന്റെ അനുയായികളാണ് ഈ വിശ്വാസത്യാഗികളാണ് നിക്കോലായിറ്റരെന്ന് ഒരു കൂട്ടർ വിശ്വസിക്കുന്നു. എന്നാൽ ചരിത്രത്തില് ഞാൻ പലയിടത്ത് നോക്കിയിട്ട് അങ്ങനെ ക്ലിയറായിട്ട് ചരിത്രത്തിൽ തെളിവില്ല. അതുകൂടാതെ പൗലോസ് തന്നെ ആദ്യകാലത്തെ പലരും വിശ്വാസത്തിന് ത്യജിച്ചു പോയപ്പോൾ പൗലോസ് എടുത്തു പറയുന്നുണ്ട്. എന്നാൽ ഇവിടെ നിക്കോലാവസിനെ കുറിച്ച് പൗലോസ് ഒന്നും പറയുന്നില്ല. അതുകൊണ്ട് ഞാനത് വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല. ബിലിയാമിന്റെ ഉപദേശമായി ഇതിന് വളരെ ബന്ധമുണ്ട്. എന്തുവാ ബിലിയാമിന്റെ ഉപദേശം? നിക്കോലാവിന്റെ ഉപദേശം എന്താ? ജഡിയത്വം, ദുർനടപ്പ്, മദ്യപാനം, വ്യഭിചാരം മുതലായ എല്ലാ മ്ലേച്ഛതകളും ഈ രണ്ടു കൂട്ടരും ഒരുപോലെ പ്രോത്സാഹിപ്പിച്ചു. പിന്നെ വേറെ ഒരു വ്യാഖ്യാനമുള്ള നിക്കോലാവിയ എന്ന ഗ്രീക്ക് പദത്തിന് 2 പിരിവുകളുണ്ട്. ഒന്ന് നിക്കോളൈറ്റൻസ്, നൈക്ക് എന്ന് പറഞ്ഞാൽ വിജയം എന്നാണ് അർത്ഥം. ലാവോസ് എന്ന് പറഞ്ഞാല് രണ്ടാമത്തെ പദം ജനം എന്നാണ് അർത്ഥം. അപ്പൊ ജനങ്ങളിൽ വിജയം കൊള്ളുന്ന ഒരു കൂട്ടർ എന്നുള്ളതാണ്. അപ്പം 1-ാം നൂറ്റാണ്ടിൽ സഭ രൂപീകരിച്ചപ്പോൾ നിങ്ങളെല്ലാം വായിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാകുമല്ലോ, അത് സഭകൾക്ക് മൂപ്പന്മാരുണ്ടായിരുന്നു, ഓരോ സഭകളും സ്വതന്ത്രമായിരുന്നു. ആദ്യകാലത്ത് അപ്പോസ്തലന്മാരുണ്ടായിരുന്നു. അങ്ങനെയാണ് പോയിരുന്നത്. എന്നാൽ കാലക്രമേണ 10-200 കൊല്ലം കഴിയുമ്പോൾ സഭയില് ഒരു കൂട്ടര്, അത് ക്ലേർജി ആൻഡ് ലൈറ്റി, അതിന്റെ മലയാളം എന്തുവാ? ക്ലേർജി ആൻഡ് ലൈറ്റിയുടെ നമ്മുടെ സഭകളിൽ നാട്ടിലുള്ള താങ്ക് യു. അല്ലെ പുരോഹിതന്മാര്, പട്ടക്കാര്, മറ്റ് ജനങ്ങൾക്ക് എന്തുവാ പറയുന്നത്? അൽമേക്കാർ അല്ലേ? ലൈറ്റി, ഇംഗ്ലീഷിൽ പറയുന്നത് ലൈറ്റി. അപ്പൊ ക്ലേർജി ആൻഡ് ലൈറ്റി. അപ്പം താങ്ക് യു, നല്ല ആൻസറുകളാണ്. അപ്പൊ ഈ 2 പദം ഇവര് പറയുന്നത് നിക്കോളായുടെ പിന്നെ ഉപദേശം എന്ന് പറയുന്നത് ആ സമയത്താണ്. ചരിത്രം പഠിക്കുമ്പോൾ സഭയില് പൈസയുള്ളവരും പ്രൗഢിയുള്ളവരും അവർ മേൽക്കോയ്മ സ്ഥാപിച്ചു. മറ്റുള്ളവരെ, പൈസ ഇല്ലാത്തവരെ അടിമകളെ പോലെ അവര് ഞങ്ങൾ പറയുന്നത് കേൾക്കണം, ഞങ്ങളാണ്, നിങ്ങൾക്ക് വേദപുസ്തകം വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകില്ല, നിങ്ങൾക്ക് പഠിത്തമുള്ളവരല്ല, അതുകൊണ്ട് ഞങ്ങൾ എന്തോ ഇതിൽ എഴുതിയിരിക്കുന്ന നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം എന്ന് പറഞ്ഞ് അങ്ങനെ അധികാരമെല്ലാം കൈയടക്കി. അപ്പോൾ അതുകൊണ്ടാണ് ജനങ്ങളെ ചവിട്ടി താഴ്ത്തുന്ന അതിനും ഒരു പേരുണ്ട്, നിക്കോലൈറ്റൻസ് അല്ലെ നിക്കോലാദീർ എന്ന് പറയുന്ന അതിന് അർത്ഥമുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാമല്ലോ ഈ അവിടെ പറയുന്ന, ഇപ്പം പറയുന്നതിന് പോപ്പിന് പറയുന്ന എന്താ? വിശുദ്ധ പിതാവ്. അപ്പം ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ട്, വേദോസ്തത്തിൽ എന്താ വിശുദ്ധ പിതാവ് ആരെ കുറിച്ചാ പറഞ്ഞിരിക്കുന്നത്? അല്ല, സ്വർഗീയ യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്ന പിതാവല്ലാതെ, ദൈവമല്ലാതെ ആരും പിതാവില്ല. അപ്പം നമ്മൾ ഭൂമിയില് ഒരാളെ പിതാവെന്ന് വിളിക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ റവറന്റ്. അപ്പം റവറന്റ് എന്നുള്ള പദം തന്നെ ദൈവത്തിന്റെ ടൈറ്റിലാണ്. റവറന്റ് അല്ലെ പിതാവ് എന്നുള്ള മനുഷ്യനെടുക്കാൻ ഇതില്ല. അപ്പം തന്നെ നാട്ടിലെ മലയാളത്തിൽ പറഞ്ഞാല് ഈ മെത്രാന്മാർക്കൊക്കെ എന്താ പറയുക, നിതാന്ത ദിവ്യ വന്യ സ്ത്രീ എന്നൊക്കെയല്ലേ പറയുന്നത്. എന്തോ ഒരു ദൈവം പോലെയാണ്. അങ്ങനൊന്നും വേദോസ്തവത്തിൽ ആദ്യം വായിക്കുമ്പോൾ എന്താണ് കാണുന്നത്? പത്രോസ് പറയുന്നത് ഞാനൊരു കൂട്ടുമൂപ്പൻ എന്നാണ് പറയുന്നത്. അവിടെ സിംഹാസനത്തിൽ എഴുന്നള്ളി അങ്ങനെ ഒന്നും അവിടെ പ്രസ്താവിക്കുന്നില്ല. അപ്പൊ ഇവിടെ ഒരു 100-300 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ സഭയിൽ ഇങ്ങനെ നിക്കോലൈറ്റൻസിന്റെ ഉപദേശങ്ങൾ വന്നു. ജനങ്ങളും 2 ഭാഗമായിട്ട് അവിടെ തീർന്നു. അതാണ് വേറൊരു ഇന്റർപ്രിട്ടേഷൻ. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞ പോലെ AD 312 മുതൽ 590 വരെയാണ് ഈ കാലഘട്ടം. അങ്ങനെയാണ് ചർച്ചിൽ വലിയൊരു ഡിവിഷൻ വരുന്നത്. പോളിഗമി, ഇത് പലരെയും വിവാഹം ചെയ്യാമെന്നുള്ളതും പ്രൊമോട്ട് ചെയ്തു ആ സമയത്ത്. അപ്പൊ ആ നിലയിലുള്ള എല്ലാ ജാതികളുടെ കാര്യങ്ങൾ ഏറ്റെടുക്കുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇത്രയുമാണ് നിക്കോലൈറ്റൻസിനെ കുറിച്ച് എനിക്ക്, നിക്കോലാവിനെ കുറിച്ച് പറയാനുള്ളത്. എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഇനി സമയമില്ലാത്തതുകൊണ്ട് അടുത്ത സഭയുടെ ലാലി വായിച്ചത് ബാക്കി വായിച്ചിട്ട് പിന്നെ സ്വല്പ സമയം സംസാരിക്കാം. ആർക്കെങ്കിലും ഈ സംസാരിച്ച ഭാഗത്തെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ.
ഇല്ലെങ്കിൽ എന്നാല് എന്തോ ഇവരുടെ ആരാധന രീതിയെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കൂ. അവരുടെ ഈ ബലിയാമിന്റെ ഉപദേശത്തിലുള്ള ആരാധനാ രീതി. ബലിയാം എല്ലാം കൊണ്ടുവന്ന ഈ ആരാധന രീതിയല്ല അത്. പിന്നെ അത് അതെ 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 ഡിഗ്രി മുളച്ചപ്പം ജാതികളുടെ അല്ലെ അവരുടെ ഇത് ഏറ്റെടുത്തപ്പോൾ കാണുന്ന മതവുമായിട്ട് ചേർന്നപ്പോൾ അവരുടെ ആരാധന രീതിയെല്ലാം അത് നല്ലൊരു ചോദ്യമാണ്. ഇവരും കൂടെ കോപ്പി ചെയ്തു. ഇപ്പം തന്നെ ഇന്ത്യയിൽ ഞാൻ ഒരിക്കലും ഓർക്കുന്നുണ്ട്, ചെറുപ്പത്തിൽ വായിച്ചത്, ഇന്ത്യയിലെ ഹിന്ദുക്കളെല്ലാം അവിടെ ഉദയസൂര്യനെ ഇത് വരുമല്ലോ. അപ്പോൾ അവിടുത്തെ ഒരു ചർച്ചില് ഒരു റൈറ്റിൽ ഒരു ഗ്രൂപ്പില് ഉദയസൂര്യനും പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ ആരാധന രീതികൾ പലരുടെയും. അപ്പൊ നമ്മുടെ കേരളത്തിലെ വിവാഹത്തിന്റെ ആരാധന രീതികളെ ചോദിച്ചപ്പോൾ ഞാൻ പറയാണ്, ഈ മിന്നു കിട്ടുന്നത് അത് ഇവിടെ ക്രിസ്ത്യ രാജ്യങ്ങൾ എവിടെയെങ്കിലും മിന്നു കിട്ടുന്നുണ്ടോ? കേരളത്തിലെ അത് ഹിന്ദു ചോദ്യത്തിന് വളരെ നമ്മുടെ പല ആരാധനകളും മറ്റ് മതങ്ങളിലെ കാര്യങ്ങൾ ഇൻകോപ്പറേറ്റ് ചെയ്തു, യോജിപ്പിച്ചു. അങ്ങനെ ആണ് ഈ വലിയ മെത്രാന് വലിയൊരു അധികാരം വന്ന് ജനങ്ങൾക്ക് അധികാരം ഞങ്ങൾ പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് മറ്റേ അവിടെ ഹിന്ദുമതത്തിൽ നോക്കിയാൽ അവിടെ സ്വാമിമാരാണ്, അവിടെ പുരോഹിതന്മാരാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. മറ്റുള്ളവർ കണ്ട് പോവുക എന്നുള്ളതേ ഉള്ളൂ. ജനങ്ങൾക്ക് അവിടെ യാതൊരു ഇതുമില്ല. അപ്പോൾ മറ്റ് മതത്തിലെ ആരാധന സമ്പ്രദായങ്ങൾ സ്വീകരിച്ചത് കൊണ്ടാണ് അവിടുത്തെ ആ ചൊല്ലുകളും ആ രീതികളിലേക്ക് സഭകൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് പോയത്. അവരുടെ വസ്ത്രരീതികളെ കുറിച്ച് ചേഞ്ച് ചെയ്തതൊക്കെ ആ സമയത്തും കണ്ടല്ലേ? വസ്ത്രരീതികളും അത് ഈ വസ്ത്രരീതികൾ ഇവര് പഴയ നിയമകാലത്തിലെ ആ വസ്ത്ര രീതികൾ തന്നെ ഇപ്പം ഈ നമ്മുടെ പള്ളിയിലച്ഛന്റെ ചിലപ്പോ ഒരു തമാശ ഞാൻ കേട്ടിട്ടുണ്ട്. അവിടെ ഈജിപ്തിൽ ചെന്നപ്പോ ആദ്യം ഒരാളെ കണ്ടപ്പോ നമ്മുടെ ഒരു പള്ളിയിലച്ഛനെ പുലർത്തം വരുന്നല്ലോ എന്ന് പറഞ്ഞ് കുറച്ച് നോക്കിയപ്പോ ഒത്തിരി പേര് വരുന്നുണ്ട്. എല്ലാരും ഇവിടെ പള്ളിയിലച്ഛന്മാരാണോ എന്ന്. അപ്പൊ അവിടുത്തെ ഡ്രസ്സ് അപ്പൊ അന്ന് ആ നാട്ടിലെ ഡ്രസ്സായിരുന്നു. എന്നാല് അവിടുത്തെ പുരോഹിതന്മാർക്ക്, ഇസ്രായേലിലെ പുരോഹിതന്മാർക്ക് പ്രത്യേക രീതിയിലുള്ള നമുക്കറിയാം തലപ്പാവും പിന്നെ രത്നങ്ങൾ നെഞ്ചത്ത്, പിന്നെ ഇത് കഴിഞ്ഞ ആഴ്ച നമ്മൾ സംസാരിച്ച പതക്കവും എല്ലാം ചയപ്പിച്ച പുരോഹിതരുണ്ടായിരുന്നു. ആ പൗരോഹിത്യത്തിന്റെ അത് യേശുക്രിസ്തു വന്ന് തിരശ്ശീല രണ്ടായിട്ട് പിരിഞ്ഞുവെങ്കിലും ആ പൗരോഹിത്യം പിന്നെയും ഇവിടെ ക്രിസ്ത്യസഭ ഇവിടെ ഇപ്പൊ ആദ്യ 200-250 കൊല്ലം ഇല്ലായിരുന്നു. ഇപ്പൊ ഈ പെർഗമോസ് കാലത്തില് ചിലർ പറഞ്ഞാടാ നമ്മുടെ മഹാപുരോഹിതന്മാർക്ക് ഇസ്രായേലിലെ അവർക്കൊക്കെ ഇങ്ങനെ പൗരോഹിത്യം ഒക്കെ ഉണ്ടായിരുന്നു, നമുക്കും അതുപോലെ വേണം, അതുപോലെ ഡ്രസ്സ് വേണം. അങ്ങനെ സ്പെഷ്യൽ ഡ്രസ്സാക്കി അങ്ങനെ അത് ഇൻകോപ്പറേറ്റ് ചെയ്തു. അത് നല്ല ഒരു പോയിന്റാണ്. ആ നിലയിലാണ് വന്നത്. അതപ്പം യഹൂദ മതത്തിലെയാണ് കൂടുതൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ക്രിസ്തു മതത്തിലേക്ക് ആ നിലയിൽ വന്നത്. പിന്നെ അതിനകത്ത് അനുഗ്രഹങ്ങളെ കുറിച്ച് വെള്ളക്കല്ല് അതിനെ കുറിച്ച് പുതിയ പേര് അതേ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ. ഓക്കെ. അപ്പൊ അവിടെ 2:17 അവിടെ കാണുന്നത് നിങ്ങൾക്ക് ഹിഡൻ 2:17 തന്നെ ലാലി ഒന്ന് വായിച്ച് 17 തന്നെ ആയിരുന്നു. 17-18 വാക്യം 2:17. ആത്മാവ് സഭകളോട് പറയുന്ന എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. ഞാൻ അവന് വെള്ളക്കല്ലും ലഭിക്കുന്നവനല്ലാതെ ആരും അറിയാതും ആ കല്ലിൽ മേൽ എഴുതിയിരിക്കുന്നതുമായ പുതിയ പേരും കൊടുക്കും. താങ്ക് യു. ഗുഡ് റീഡിങ്. അപ്പം ആ മറഞ്ഞിരിക്കുന്ന മന്ന എന്ന് പറയുന്നത് അപ്പം അത് സിംബോളിക്കലാണ്. അതിന്റെ അർത്ഥം എന്നാ? മറഞ്ഞിരിക്കുന്ന മന്ന ആരാ? യേശുക്രിസ്തുവാണത്. അതുപോലെ തന്നെ ഈ വെള്ളക്കല്ലെന്ന് പറയുന്നത് വൈറ്റ് സ്റ്റോൺ, വെള്ളക്കല്ല് പുതിയ പേരോട് കൂടിയ. അപ്പൊ നമുക്ക് ആരും അറിയാൻ വയ്യാത്ത നമുക്ക് ഓരോരുത്തർക്കും ഓരോ പേര് കിട്ടി. ജയിക്കുന്നവന് ഒരു വെള്ളക്കല്ലോട് പേര് തരുമെന്ന് പറയുന്നത് വൈറ്റ് സ്റ്റോൺ ഹാഡ് ദി ടൈം. പിന്നെ അതിന് ചരിത്രമുണ്ട്. പുരാതന റോമില് മത്സരങ്ങളില് ജയിക്കുന്നവർ ഒളിമ്പിക്സിനൊക്കെ വെള്ളക്കല്ല് പ്രത്യേകം അവരുടെ പേരെഴുതിയ വെള്ളക്കല്ല് കൊടുത്തിരുന്നു. അതിന്റെ ഒരു അന്നത്തെ വെച്ചാണ് നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവിടെ എഴുതിയിരിക്കുന്നത്. വെള്ളക്കല്ല് എന്ന് പറയുന്നത് ഇതെല്ലാം യേശുക്രിസ്തുവിനെ സിംബലൈസ് ചെയ്ത്. ജയിക്കുന്നവനെന്ന് പറയുമ്പോൾ ചിലപ്പോഴൊക്കെ ധാരണയുണ്ട് ജയിക്കുന്നവനെ ഉള്ളോ വെള്ളക്കല്ല്, നമുക്ക് അറിയില്ലയോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ എല്ലാവരും ജയിക്കുന്നവരാണ്.
എന്നാൽ സ്കൂളിലെ ഞാനൊരു ഉദാഹരണം പറഞ്ഞു. ഇപ്പൊ ഇന്ത്യയിൽ പഠിച്ചവർക്കറിയാം, ഇവിടെ നിങ്ങൾ കേൾക്കാൻ എത്ര പേര് ഇവിടെ പഠിച്ചവരുണ്ടെന്ന് എനിക്കറിഞ്ഞു. ഇന്ത്യയിലെ ഞങ്ങളെ സമയത്ത് ജയിക്കുന്ന മാർക്ക് 35 തോന്നുന്നു. അല്ലെങ്കിൽ തെറ്റുണ്ടേ പറയണം. പിന്നെ പാസ് മാർക്ക്. എന്നാൽ പിന്നെ ഒന്നാം ക്ലാസ്, 2ാം ക്ലാസ്, 1ാം ക്ലാസ്സും ഉണ്ട്. അപ്പം വിശ്വാസികളെല്ലാം ജയിച്ചവരാണ്. ജയിക്കാനുള്ള മാർക്ക് 50-ലാ 35. 50-ലാ 35. You're welcome. ഞാൻ ഓർത്ത് 50, 17, 100, 35. അല്ല 50-ലാ 35. എനിവേ, ആ ഉദാഹരണം പറഞ്ഞ പിന്നെ അപ്പം ജയിക്കുന്ന അവർ ജയിച്ചു. പക്ഷെങ്കില് 1ാം ക്ലാസ് കിട്ടിയവരും ഉണ്ട്, 2ാം ക്ലാസ് അതുപോലെയാണ്. അവിടെ യേശുക്രിസ്തു വെളിപാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ ഇന്നത് കിട്ടുമെന്ന് പറയുമ്പോൾ ചിലര് ഉപരിപ്ലവമായിട്ട് വായിക്കുമ്പോൾ ഓർക്കടാ, അത് അവസാനത്തോളം സഹിച്ചു നിന്നിൽ ഒരു ഡോക്ടർ ഉണ്ടാക്കും, നമ്മുടെ രക്ഷ നഷ്ടപ്പെട്ടു പോകും എന്നുള്ള ആ നിലയിൽ വരും. എന്നാൽ രക്ഷ നഷ്ടപ്പെടുന്നതിൽ നമ്മുടെ പ്രതിഫലത്തിൻ്റെയാണ് അവിടെ എല്ലാം പ്രതിബിംബിക്കുന്നത്. അപ്പം നമുക്ക് ഈ പ്രത്യേക അനുഗ്രഹം തരുന്ന ആ യേശുക്രിസ്തുവിന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുന്നവർക്ക് വെള്ളക്കല്ല് നമുക്ക് പ്രത്യേകിച്ച് തരുമെന്നുള്ളതാണ്. അത് യേശുക്രിസ്തുവിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് വെള്ളക്കല്ലും ഇടൻമന്നായും. അത് കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞല്ലോ, മോശയുടെ മന്ന എന്നവരെല്ലാം മരിച്ചു. എന്നാൽ സ്വർഗത്തിൽ നിന്ന് വന്നവനായ യേശുക്രിസ്തു, സ്വർഗത്തിൽ നിന്ന് വന്ന അപ്പം, ആ സ്വർഗത്തിൽ നിന്ന് വന്ന ആ മന്ന യേശുക്രിസ്തുവിനെ ഭക്ഷിക്കുന്നവര് നമ്മൾ ഒരിക്കലും മരിക്കുകയില്ല ദൈവമക്കള്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ. മാർക്കിന്റെ കാര്യം ഞാനൊന്ന് പറയട്ടെ. 50-ൽ 17 എന്റെ ഓർമ്മ ഞങ്ങളുടെ സമയത്ത് എന്റെ 100, 35, 50, 17 എന്നായിരുന്നു എന്റെ ആണോ? ടീച്ചർ. ഓക്കെ, അന്നമ്മ സഹോദരി പറഞ്ഞാ പിന്നെ ടീച്ചർ ആയതുകൊണ്ട് അതിന് അപ്പീലില്ല. അതുകൊണ്ട് അതെ കേരളത്തിൽ ടീച്ചറായിരുന്നു. ഓക്കെ. താങ്ക് യു അന്നമ്മ. അതുപോലെ നിക്കിലായവരുടെ കാലത്ത് അന്നത്തെ പുരോഹിതന്മാരുടെ കാര്യം പറഞ്ഞു. നമ്മള് ദൈവമക്കളെ കുറിച്ച് പറയുമ്പോൾ നമ്മളെ തിരഞ്ഞെടുത്ത രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ ജനവും എന്നല്ലേ ദൈവമക്കളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അന്നേരം പിന്നെ അവിടെ ഒരു പുരോഹിതന്റെ വേറൊരു ആവശ്യം ഇല്ല. അത് നല്ലൊരു പോയിന്റ്. ഈ ഡിസ്കഷന് വളരെ എനിക്ക് സന്തോഷം തരുന്നു. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. നമ്മളെല്ലാവരും രാജകീയ പുരോഹിത വർഗമാണ്. അപ്പോൾ അവിടെ ഒരു പ്രത്യേക പുരോഹിതൻ എന്ന് പറഞ്ഞ് ഈ സമയത്ത് അവിടെ സൃഷ്ടിച്ചെടുത്തതാണ്. പൈസയുള്ളവരും പ്രൗഢിയുള്ളവരും നല്ല കുടുംബത്തിൽ ജനിച്ചവരും രാജകീയ കുടുംബത്തിൽ ജനിച്ചവരും പ്രഭു കുടുംബത്തിൽ ജനിച്ചവരും ഉണ്ടാക്കിയാണ്. അപ്പം രാജകീയ പുരോഹിത വർഗം എന്ന് പറയുമ്പം എല്ലാം ചിലർക്ക് തെറ്റിദ്ധാരണയുണ്ട്. സ്ത്രീകളും പുരുഷന്മാരും എല്ലാം പുതിയ നിയമസഭയിലെ അവരെല്ലാം രാജകീയ പുരോഹിത വർഗമാണ്. എന്നാൽ സഭയെ നയിക്കുന്നതിന് ദൈവം ചില മൂപ്പന്മാരെ ആക്കി വെച്ചിട്ടുണ്ട്. അത് മെയിലിനെയാണ് കാണുന്നത് അവിടെ. അത് മാത്രമേ. എന്നാൽ അതുകൊണ്ട് മെയിലിനും ഗലാത്യ ലേഖനത്തിൽ പ്രത്യേകം പറയുന്നുണ്ട്, പുരുഷനും സ്ത്രീക്കും ദൈവത്തിന്റെ സന്നിധിയിൽ എല്ലാവരും യവനെന്നും ജാതി മത വ്യത്യാസമില്ലാതെ, സ്ത്രീ പുരുഷനും ഇല്ലാതെ യേശു സന്നിധിയിൽ എല്ലാവരും ഒരുപോലെ. അതുപോലെ പുരുഷന് വില കൂടുന്നില്ല, സ്ത്രീക്ക് വില കൂടുന്നില്ല. രണ്ടുപേർക്കും തുല്യമായിട്ടുള്ള വിലയാണുള്ളത്. മിനിസ്ട്രിക്ക് വേണ്ടിയിട്ട് ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത് പുരുഷന്മാരെയാണ്. അവര് പത്രോസ് പറയുന്ന കൂട്ടുമൂപ്പൻ, യോഹന്നാൻ മൂപ്പൻ എന്നാണ്. അവിടെ ബിഷപ്പെന്നോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഇത് കാണുന്നില്ല. അപ്പോൾ ആ പോയിന്റ് കൊണ്ടുവന്നത് വളരെ നല്ല ഒരു പോയിന്റാണ്. അതുകൊണ്ട് നമ്മളത് മനസ്സിലാക്കണം. അത് പ്രത്യേകിച്ച് പുരോഹിതൻ എന്ന് പറഞ്ഞൊരു വർഗം പുതിയ നിയമത്തിലില്ല, പഴയ നിയമത്തിലുണ്ടായിരുന്നു. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിന് ശേഷം സഭ രൂപീകരിച്ചതിന് ശേഷം അങ്ങനെ ഒരു വർഗമില്ല. സഭയ്ക്ക് ഓരോ സഭ ഇൻഡിപെൻഡന്റ് ആയിരുന്നു. എല്ലാ സഭയ്ക്കും മുകളിലായിട്ട് ഒരു ആർച്ച് ബിഷപ്പ് അങ്ങനെയുള്ള ഒരു സിസ്റ്റം ഇല്ലായിരുന്നു, ബൈബിളിലായിരുന്നു. ഇപ്പൊ ഈ പറഞ്ഞ പെർഗമോസ് സമയത്ത് കാലത്താണ്. ഇനി അടുത്ത സഭയിൽ വരുമ്പോഴാണ് അത് അതിന്റെ മൂർധന്യ അവസ്ഥയിൽ വരുന്നത്. വെറും അത് ഏറ്റവും മിസ്യൂസ് ചെയ്യുന്ന ഈ സമയത്താണ് ഈ ഡിവിഷൻ ഉണ്ടായത്. രാജകീയ പുരോഹിത വർഗം എന്ന് പറഞ്ഞ് എല്ലാവരും ഈക്വലായിട്ട് പോയിരുന്ന് നമ്മൾ ആരാധിക്കാൻ പോകുമ്പോൾ എല്ലാവരും ഈക്വലാണ്. നമ്മൾ
അത് കാണുന്നുണ്ട് സഭയിൽ. അതുകൊണ്ടാണ് ഈ ആരാധന ദൈവം സ്വീകരിക്കാത്തത്. യഥാർത്ഥത്തിൽ ഇവിടെ കാണുന്ന ബിലിയാമിൻ്റെയും നിക്കോലാവരുടെയും ഈ ജാതി ആചാരം കൊണ്ടുവന്നപ്പം അതൊന്നും യേശുക്രിസ്തു സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് കാണുന്നത്. അപ്പം നമ്മൾ ആരാധനയ്ക്ക് പോകുമ്പം ആത്മാവിനും സത്യത്തിലും എൻ്റെ പിതാവിൻ്റെ സഭ ഇതായിരുന്നു, അല്ലെ എൻ്റെ മാതാവിൻ്റെ സഭ ഇതൊന്നും ഇതല്ല, യേശുക്രിസ്തു എത്തോ പ്രസ്താവിച്ചിരിക്കുന്നു, അതനുസരിച്ചാണ് നമ്മുടെ പോയി ദൈവത്തെ ആരാധിക്കേണ്ടത്, പ്രസാദിപ്പിക്കേണ്ടത്. അങ്ങനെയുള്ളതാണ് ജയിക്കുന്നവന് മന്ന കൊടുക്കും, വെള്ളക്കല്ല് കൊടുക്കും എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് വിശ്വാസികളെല്ലാവരും ജയിച്ചവരാണ്, നമുക്കെല്ലാം നിത്യജീവനുണ്ട്. എന്നാൽ മുമ്പേ പറഞ്ഞതുപോലെ പ്രത്യേക ഒരു ഗ്രൂപ്പുണ്ട്, ഇതിൻ്റെ ജയിച്ചവരിൽ തന്നെ ഒരു പ്രത്യേക ഗ്രൂപ്പുണ്ട്, അവർക്കാണ് ഈ വെളിപാട് പുസ്തകത്തിലെല്ലാം പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. അതുപോലെ വചനവിരുദ്ധമായ ചില കാര്യങ്ങൾ ഈ സഭയിൽ വന്നുകൂടി, അതേക്കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? വചനവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ഈ സഭയിൽ വന്നുകൂടി അതിപ്പോഴും ഫോളോ ചെയ്യുന്നത്. അതിപ്പം ഈ വചനവിരുദ്ധമായ ഈ സമയം 200 കൊല്ലത്തിന് ശേഷമാണ്. അതിൽ പ്രധാന ഒരു സംഗതിയുണ്ട്. ഈ വചനവിരുദ്ധമായ പല കാര്യങ്ങൾ ഈ നമ്മളെല്ലാം ബയസ്ഡാ വ്യക്തികളെല്ലാവരും നമുക്കെല്ലാം ബയസുണ്ട്, എല്ലാ ഏറ്റക്കുറച്ചിലുണ്ടെന്നേ ഉള്ളൂ. അപ്പം ഈ യേശുക്രിസ്തുവിനെ ക്രൂശിച്ച യഹൂദന്മാരാണല്ലോ, 200 വർഷങ്ങൾക്ക് ശേഷം ഈ ക്രിസ്തീയ നേതാക്കന്മാർ വിചാരിച്ചു യേശുക്രിസ്തുവിനെ കൊന്ന യഹൂദന്മാരാണ്, അതുകൊണ്ട് യഹൂദന്മാർക്ക് പ്രത്യേക ഒരു വിരോധം തോന്നിയോണ്ട് എന്താണ് അവര് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു ഉപദേശം വേറെ പഠിപ്പിക്കാൻ തുടങ്ങി. യഹൂദൻ എന്ന് പറഞ്ഞ ഒരാൾക്ക് വേദോത്സവത്തിൽ ഇനിയും യാതൊരു സ്ഥാനവുമില്ല. അവന്റെ അനുഗ്രഹങ്ങളെല്ലാം ക്രിസ്തീയ സഭയ്ക്ക് വന്നു ചേർന്നിരിക്കുന്നു. എന്നാൽ അതിൽ ഒരു തമാശയായിട്ടുള്ളൊരു സംഗതി ചിന്തിച്ചാൽ, അതേ സമയത്ത് അവർ പറയും ഈ യഹൂദന്മാർക്ക് വേദോത്സവ പ്രതിയുള്ള ശാപമെല്ലാം അവർക്ക് ഇപ്പോഴും ആപ്ലിക്കബിൾ ആണ്. എന്നാൽ അനുഗ്രഹം നമുക്ക് ക്രിസ്തീയ സഭയ്ക്കാണ്. ഇസ്രായേലിനെയും ദൈവത്തിന്റെ പദ്ധതി ഇല്ല എന്നുള്ള ഒരു ദുരുദ്ദേശം കൊണ്ടുവന്നു. അങ്ങനെയാണ് ആ സഭകളെല്ലാം വന്ന് 1800 വരെ എല്ലാ സഭകളും, കാത്തലിക് സഭയുണ്ടായിരുന്നു, പിന്നെ ഓർത്തഡോക്സ് സഭയുണ്ടായിരുന്നു, പിന്നെ അത് നമുക്കറിയാം ആംഗ്ലിക്കൻ സഭയുണ്ടായിരുന്നു. ഓർത്തഡോക്സിൽ തന്നെ ഗ്രീക്ക് ഓർത്തഡോക്സ് ഉണ്ട്, സിറിയൻ ഓർത്തഡോക്സ്, നമ്മുടെ കേരളത്തിലെ ഓർത്തഡോക്സ് ഉണ്ട്, റഷ്യൻ ഓർത്തഡോക്സ് ഉണ്ട്, മലങ്കര ഓർത്തഡോക്സ് ഉണ്ട്, പിന്നെ ആംഗ്ലിക്കൻസ്, CSI, മർത്തോമ, എല്ലാ ചർച്ചുകാരും ഇത് തന്നെയാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് യഹൂദ വിരോധമായിരുന്നു ഇവർ. മ്യൂട്ടായിപ്പോയി. കേൾക്കുന്നില്ല. ഹലോ, ഇപ്പൊ കേൾക്കാമോ? അത് സാധാരണ ഒരു ഇടപെടലാണെന്ന് തോന്നുന്നില്ല. അപ്പം സോറി, അപ്പോളജൈസ്. അപ്പം അതിന്റെ സംഗതി ഈ യഹൂദന്മാരാണ്. അപ്പം മാർട്ടിൻ ലൂതർ ഈ കാത്തലിക് സഭയിൽ നിന്ന് മാറി പ്രൊട്ടസ്റ്റന്റ് ഉണ്ടാക്കി. പ്രൊട്ടസ്റ്റന്റ്, ലൂതറൻ സഭ, പിന്നെ പ്രൊട്ടസ്റ്റന്റ് സഭകളാണല്ലോ ലോകത്തിൽ അനവധി ഉള്ളത്. എന്നാൽ അവിടെയും മാർട്ടിൻ ലൂതറും അവിടെ യഹൂദന്മാർക്കെതിരായിട്ടാണ്. അവിടെ യഹൂദന്മാരെ എൻ്റെ RBയുടെ ബയോഗ്രഫിയിൽ എഴുതിയിട്ടുള്ളത്, യഹൂദന്റെ വീട് കാണുമ്പോൾ അവനെ കത്തിച്ച് കളയണം, യഹൂദന്മാർക്ക് അവരുടെ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങരുത്. അപ്പൊ ഹിറ്റ്ലർ ഇത് വായിച്ചത് കൊണ്ടാണ് 6 മില്യൺ യഹൂദന്മാരെ കൊന്നത് അവിടെ ജർമ്മനി 2ാം ലോകമഹായുദ്ധത്തിന്. അപ്പോൾ അങ്ങനെ ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ പല 100,000 കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനമായിട്ട് ഈ ദുരുപദേശം വന്ന സംഗതി എന്ന് പറയുന്നത് ഇസ്രായേൽ ദൈവത്തിന്റെ പദ്ധതിയിലേ ഇല്ല. അവരുടെ അനുഗ്രഹമെല്ലാം നമുക്ക് സഭയ്ക്ക് വന്നു, എന്നാൽ ശാപമെല്ലാം ഇസ്രായേലിന് കിട്ടും. അത് യുക്തി ചെയ്യുന്നതല്ലല്ലോ. അപ്പൊ അങ്ങനെ രണ്ടും നമുക്ക് വേണമല്ലോ, അനുഗ്രഹവും ശാപവും നമുക്ക് വേണമല്ലോ. അപ്പം അതിൽ പകുതി കൊടുത്തിട്ട് അവർക്ക് ഇസ്രായേലിന് ശാപവും നമുക്ക് അനുഗ്രഹവുമായിട്ട് അങ്ങനെ വന്നു. പിന്നെ 1800 വരെ അങ്ങനെയാണ് പഠിപ്പിച്ചത്. ഇപ്പോൾ പല സഭകളും എന്നാൽ അത് ഇസ്രായേലിനെ അംഗീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുമ്പേ ചോദിച്ച ചോദ്യപരമായിട്ട് അതിന്റെ വേറൊരു ഭാഗം പറഞ്ഞാൽ ഈ വിശുദ്ധ പിതാവ് എന്ന് പറയുന്നതും പിന്നെ ഐക്കാൺ,
പിന്നെ ഈ രൂപങ്ങളുണ്ടല്ലോ, ഈ ജോസഫിന്റെയും കന്യാമറിയത്തിന്റേതും പുണ്യവാളന്മാരുടെ രൂപങ്ങളും എല്ലാം എന്നാ വന്നത്? ആദ്യത്തെ 10 കൊല്ലത്തിന് ഇല്ലായിരുന്നു. ഇത് 300 കൊല്ലം കഴിഞ്ഞ് പിന്നെ തുടങ്ങിയതാണ്. അതിനുശേഷമാണ് അടുത്ത സഭാകാല അളവിലാണ് അതിന്റെ മൂർധന്യ അവസ്ഥയിൽ വരുന്നത്. അന്ധകാരം ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച പറയാൻ സഭ അന്ധകാര യുഗത്തിലേക്ക് പോയത്. അപ്പം ഈ ഉപദേശങ്ങളെല്ലാം മറ്റ് മതങ്ങളിൽ നിന്ന് സ്വീകരിച്ച് അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. അതുവെച്ചാൽ എനിക്ക് എന്റെ സ്വാർത്ഥത്തിൽ ഞാൻ ചർച്ച ചെയ്യുമ്പോൾ എനിക്ക് ഒന്നാമനായിട്ട് തീരണം. ഞാൻ രാജകുടുംബത്തിൽ ജനിച്ചവന് ഞാൻ കോടീശ്വരനുമാണെങ്കിൽ മറ്റവർക്കില്ലെങ്കിൽ ഞാൻ പറയുന്നതായിരിക്കും ഇവിടെ വാക്യം എന്നുള്ള മാനുഷികമായിട്ടുള്ള ഇത് ശാശി ഇവരെ ഉപയോഗിച്ചു. അങ്ങനെയാണ് ദുരുപദേശങ്ങൾ പിന്നെ സഭകൾ പല രീതിയിൽ വന്നത്. ഒന്ന് ഇസ്രായേലിന്റെ കാര്യം ഞാൻ പറഞ്ഞു. മറ്റേ ഈ മനുഷ്യർക്ക് പ്രത്യേകം പ്രാധാന്യം കൊണ്ട് 2ആയിട്ട് തരംതിരിക്കുന്ന ഇതെല്ലാം അതിനുശേഷം വന്നതാണ്. ഈ ഇസ്രായേൽക്കാരെന്താണ് ഇസ്രായേൽ മക്കളെ എന്ന് ദൈവം വിളിക്കുന്നത്? ഇസ്രായേൽ മക്കളെന്നല്ലേ വേദോസ്തവത്തില് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദൈവം തിരഞ്ഞെടുത്ത ഇതായോണ്ട് ഇസ്രായേൽ ജനറലി മക്കളെന്ന് പറയുന്നത്. എന്നാൽ എല്ലാരും ആ റിയൽ മക്കളല്ല. ഈ റിയൽ ഇസ്രായേൽ എന്ന് പറഞ്ഞാല് ആ ദൈവത്തെ ഇത് പിന്നെ ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ച് പോകുന്നവനാണ് പോകുന്നത്. ഈ അവസാന കാലം വരുമ്പം ഭാവിയിലും ഈ യുദ്ധമൊക്കെ വരുമ്പോ ഉണ്ടല്ലോ, ഈ ഇസ്രായേൽ 3-2 ഇപ്പം ഇവിടെ ഇറാനും ഒക്കെ യുദ്ധത്തിൽ നിന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പം നമ്മൾ ഈ അവസാന യുദ്ധം വരുമ്പോൾ നമ്മൾ കാണാം 3-2 75% യൂതന്മാർ കൊല്ലപ്പെടും. അതിൽ രക്ഷിക്കപ്പെടുന്നത് 25% 3-1 മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇസ്രായേൽ മക്കൾ എന്ന് പറഞ്ഞാലും അത് അവര് കൊല്ലപ്പെടും. അവര് ഇപ്പോഴും അവര് അവിശ്വാസത്തിലാണ് ഇരിക്കുന്നത്. ജനറലി ഇസ്രായേൽ മക്കൾ എന്ന് പറഞ്ഞാലും അവർ റിയൽ മക്കളല്ല ഇപ്പോഴും. യേശുക്രിസ്തുവിനെ അവർ വിശ്വസിക്കുന്നില്ല. അവര് ഈവൻ പഴയ നിയമം പോലും ആ നിലയിൽ വിശ്വസിക്കാതെ ഇപ്പോൾ സെക്യുലർ രീതിയിലാണ് യൂതന്മാർ പോകുന്നത്. എന്നാൽ നമ്മൾ ഇസ്രായേൽ മക്കൾ എന്ന് പറഞ്ഞ ഇസ്രായേൽ മക്കൾ എന്ന് വേദോസ്തവത്തിൽ അവരെ അഭിസംബോധന ചെയ്യുന്നത് കൊണ്ട് പുറപ്പാട് പുസ്തകത്തിലും പഴയ നിയമത്തിലെല്ലാം കാണുന്നുണ്ട്. നമ്മളന്ന് കണ്ടിന്യൂ ചെയ്യുന്നതേ ഉള്ളൂ. എന്നാൽ യഥാർത്ഥത്തിൽ അവർ മക്കളായിരിക്കണം. യേശുക്രിസ്തു തന്നെ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ അബ്രഹാമിന്റെ സന്തതി എന്ന് പറയുന്നു. ആരാ അബ്രഹാമിന്റെ സന്തതി? അബ്രഹാമിനെ അറിഞ്ഞതേ അവനെ പറയില്ലായിരുന്നു. യേശുക്രിസ്തുവിനെ അവർ കളിയാക്കുക, നീ അബ്രഹാമിന് മുമ്പേ ഉള്ളവരെന്ന് പറയുന്നു. ഞങ്ങൾ അബ്രഹാമിന്റെ സന്തതികളാണ്. അതുകൂടാതെ അവർ വേറൊരു ജോക്കും അവിടെ പറയുന്നു. ജോക്കായിട്ടാണ് തോന്നുന്നത്. ഞങ്ങൾ ഒരിക്കലും അടിമകളായിട്ടില്ലെന്നാണ് യേശുക്രിസ്തു കൊണ്ട് പറയുന്നത്. നമുക്കറിയാമല്ലോ 430 കൊല്ലം അവര് ഈജിപ്തിൽ അടിമകളായിരുന്നു. അവര് പറയുന്ന യേശുക്രിസ്തുവിന് ഞങ്ങൾ ഒരിക്കലും അടിമകളല്ലായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം മനുഷ്യന് വിഡ്ഢിത്തരം പറയുന്നതിന് യാതൊരു അതിരുവില്ലെന്നുള്ളതാണ് അതിൽ നിന്ന് അർത്ഥം മനസ്സിലാകുന്നത്. അതെല്ലാം സാധാന്യമാണെന്നാണ് മനസ്സിലാകുന്നത്. ഇസ്രായേൽ മക്കൾ എന്ന് പറയുന്നത് അതാണ് അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. എല്ലാവരും മക്കളല്ല അങ്ങനെ പറയുന്നുവെങ്കിലും. ഈ സമയത്താണ് മരിച്ചവരോടുള്ള പ്രാർത്ഥന കുരിശ് വന്നിക്കുന്നൊക്കെ ഈ സമയത്തായിരുന്നു. ഈ സമയത്താ തുടങ്ങിയിട്ട് അത് പിന്നെ ഇത് പിന്നെ അത് കൂടി വന്ന് അടുത്ത സഭയിൽ വരുമ്പം വരുന്ന ആഴ്ച വരുമ്പോൾ അത് പിന്നെ തുയഥൈര സഭയിൽ വന്ന് അപ്പോൾ അത് മൂർച്ഛീകരിച്ചു. പിന്നെ അതെല്ലാം മറ്റ് സഭകളിൽ നിന്നും മറ്റ് മതങ്ങളിൽ നിന്നും ഒക്കെ എടുത്ത കാര്യങ്ങളൊക്കെയാണ്. അത് ഇത് ഓരോരുത്തർ അവരവരുടെ സ്ഥാപിത താല്പര്യത്തിന് വേണ്ടി അവര് ഡിഗ്രി ഉള്ളവരായിരിക്കും, പ്രമുഖരായിരിക്കും, വിദ്യാഭ്യാസം ഉള്ളവരായിരിക്കും. അവർ പറഞ്ഞാൽ പിന്നെ അതിന് എതിരില്ലല്ലോ. അതുകൊണ്ട് ബാക്കിയുള്ളവരെല്ലാം അത് വിശ്വസിച്ചു. പ്രമുഖരങ്ങനെ പറഞ്ഞപ്പോൾ അത് വിശ്വസിച്ചു പറഞ്ഞ് പോയി. അപ്പോൾ ലോകത്തിലെ എല്ലാ സംഗതികൾ ഇപ്പോഴും അങ്ങനെയാണല്ലോ. അവരിന്ന് നോബൽ പ്രൈസ് കിട്ടിയ ആളാ ശാസ്ത്രജ്ഞ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളെല്ലാം അങ്ങ് വിശ്വസിക്കും. അത് ക്വസ്റ്റ്യൻ ചെയ്യില്ല പലരും. അപ്പൊ അതുകൊണ്ടാണ് മരിച്ചവരോട് പ്രാർത്ഥിക്കുന്ന വേദോസ്തത്തിൽ എവിടെ പ്രൂഫ് ഉള്ളത് മരിച്ചവരോട് പ്രാർത്ഥിക്കുന്ന. അതുകൊണ്ട് തന്നെ പർഗട്ടറി എന്ന് പറയുന്നത് അതിന്റെ മലയാളം എന്ന് ഞാൻ പെട്ടെന്ന് മറന്നുപോയി. പർഗട്ടറി എന്ന് പറയുന്നത് പിന്നെ മരിച്ചു കഴിഞ്ഞ ശുദ്ധീകരണ സ്ഥലം. അപ്പൊ ശുദ്ധീകരിക്കണമെന്ന് എവിടെ വേദോസ്തത്തിൽ പറഞ്ഞു? ഒന്നീ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒന്നീ സ്വർഗത്തിൽ പോവുക അല്ലെങ്കിൽ നരകത്തിൽ പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവിടെ ആ ഹേഡീസിൽ എന്ന് പറയുന്ന സ്വർഗത്തിൽ എന്ന് പറയുന്ന പറുദീസയിൽ പോവുക എന്നുള്ള ഇടയ്ക്കൊരു ഇതില്ല. യേശുക്രിസ്തുവിനെ രക്ഷിക്കപ്പെട്ടവരെ യേശുക്രിസ്തുവിന്റെ സന്നിധി ചെല്ലും. നമ്മൾ മരിക്കുമ്പോൾ ഇപ്പൊ റേ മരിച്ചു ഇന്നലെ, റേ യേശുക്രിസ്തുവിന്റെ കൂടെ സന്തോഷിക്കുക. അവിടെ ശുദ്ധീകരണ സ്ഥലത്തൊന്നുമല്ല. ഒരു പറുദീസ തന്നെയല്ലേ ശുദ്ധീകരണ സ്ഥലം പറയുന്നത്? അല്ല, അവരത് വേറെ രീതിയില്ല. ഈ പർഗട്ടറി എന്ന് പറയുന്ന പർദീസ അല്ല. പർദീസ നമ്മൾ പാരഡൈസ് എന്ന് പറഞ്ഞ ഹേഡീസ്. അതിനെക്കുറിച്ചുള്ള വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പറയാൻ ഞാൻ ആ വീഡിയോ അയച്ചു തരാം. ഞാൻ റേമനും കൂടെ റേമൻ ചെയ്ത വീഡിയോ ഉണ്ട്. പാരഡൈസിനെ കുറിച്ചും അവിടെ ധനവാന്റെയും ലാസറിന്റെയും കഥയെല്ലാം ഞങ്ങൾ 1 മണിക്കൂർ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ താല്പര്യമുണ്ടെന്ന് എനിക്ക് ടെക്സ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യാം ഇതേല്.
ഇപ്പം സമയം തീരാറാകുന്നു. അതുകൊണ്ട് പിന്നെ താല്പര്യമുണ്ടെങ്കിൽ ഇന്നത്തെ നിങ്ങൾ വളരെ യുക്തിപരമായ ചോദ്യങ്ങൾ ചോദിച്ച്, അതുകൂടെ ഞാനിങ്ങനെ പറഞ്ഞു പോകുന്നതിൽ ഇപ്പം ഇന്ന് പറഞ്ഞു തന്നെ ആ പുരോഹിത വർഗത്തിൻ്റെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചത് തന്നെ ബ്രെയിൻ സ്റ്റോമിങ്, നമ്മുടെ ആ യഥാർത്ഥ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ആ ബൈബിൾ സ്റ്റഡിയുടെ റിയൽ യൂസാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അതുകൊണ്ട് ധൃതി വെച്ച് വായിച്ച് എല്ലാം കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നതിൽ അർത്ഥമില്ല. നമ്മൾ അങ്ങനെ ചർച്ച ചെയ്ത് പോകുന്നതാണ് ഏറ്റവും പ്രയോജനമുള്ളത്. അതിലൊന്നുകൂടി ഉണ്ട്, മറിയോടുള്ള പ്രാർത്ഥന. അത് ഈ സമയത്താണോ തുടങ്ങിയത്? അതിത് കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിഞ്ഞാണ് തുടങ്ങിയ, ഈ സമയത്ത് തുടങ്ങിയില്ല. അത് പിന്നെ ഞാൻ പറയാം. ഓക്കെ, പിന്നെ താങ്ക് യു വെരി മച്ച്, അപ്രീഷിയേറ്റ്. ഓക്കെ, താങ്ക് യു. ഓക്കെ.